നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീകാന്ത്, പ്രശാന്തി ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഇൻസുലിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻസുലിനെ കുറിച്ച് വേറൊരു ആസ്പെക്റ്റാണ്. പൊതുവേ OPയിൽ നമ്മൾ കേൾക്കുന്ന വേറൊരു ഡൗട്ടാണ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് ഉള്ള വ്യക്തി ഇൻസുലിൻ എടുത്തു തുടങ്ങിയാൽ അത് സ്ഥിരമായിട്ട് എടുക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി ഇൻസുലിൻ സ്ഥിരമായിട്ട് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ത് കാരണത്തിനാണ് നമ്മൾ ഇൻസുലിൻ തുടങ്ങുന്നത് എന്നുള്ള ഫാക്റ്റാണ്. അപ്പോൾ നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ടെമ്പററി, രണ്ട് പെർമനൻറ്റ്. ഇപ്പോൾ ടെമ്പററി എന്ന് പറഞ്ഞാൽ നമ്മൾ താൽക്കാലികമായി ഇൻസുലിൻ എടുക്കുന്നു, പിന്നീട് ഒരുപക്ഷെ ആ ഇൻസുലിൻ്റെ യൂസ് നിർത്താൻ പറ്റിയേക്കും. അങ്ങനെ വരുന്ന 3-4 സെനാരിയോസ് ഞാൻ പറയുകയാണ്. ആദ്യത്തെ തന്നെ, ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ടാബ്ലറ്റിൽ കൺട്രോളായിട്ട് പോകുന്നു, ബട്ട് അവർക്കൊരു ഇൻഫെക്ഷൻ വരുന്നു, പെട്ടെന്ന് ഒരു അണുബാധ, ന്യൂമോണിയ ആകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലെ പഴുപ്പാകാം, കാലിലെ വ്രണത്തിലെ പഴുപ്പാകാം. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്ന് ഷുഗേഴ്സ് കൂടുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റർ കൺട്രോളിന് വേണ്ടിയിട്ട് ഇൻസുലിൻ തുടങ്ങേണ്ടി വന്നേക്കാം. ഇനി അതേ വ്യക്തി തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക്, MI എന്ന് പറയും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം, ഇതുപോലുള്ള ഒരു അസുഖവുമായിട്ട് ICUയിൽ അഡ്മിറ്റ് ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാരണത്തിന് സർജറി വേണ്ടി വരുന്നു. ഇപ്പോൾ ഇതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ തന്നെയും നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ സ്ട്രിക്റ്റർ ഗ്ലൈസിമിക് കൺട്രോൾ, ഷുഗറിൻ്റെ കൺട്രോൾ വേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ഇൻസുലിൻ തുടങ്ങുക. പിന്നെ ഒരു സെനാരിയോ ഉള്ളത് GDM എന്ന് പറയും, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഗുളികൾ ധാരാളമായി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ ഗ്ലൈസിമിക് കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസുലിൻ വേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള സമയത്ത് തുടങ്ങുന്ന ഇൻസുലിനൊക്കെ തന്നെ ആ ഒരു സെനാരിയോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നിർത്താനോ അല്ലെങ്കിൽ തിരിച്ച് ടാബ്ലറ്റിലേക്ക് വരാനോ പറ്റുന്നതാണ്. ഇനി പെർമനന്റ് യൂസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് രോഗികളിലാണ്. കുട്ടികളിൽ വരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഈ പ്രമേഹം വരാൻ തന്നെ കാരണം ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപാദനം പാൻക്രിയാസിൽ നിന്ന് പൂർണ്ണമായി നിലയ്ക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചികിത്സയായിട്ട് ഇൻസുലിൻ കൊടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ തുടങ്ങുന്ന ഇൻസുലിൻ സ്ഥിരമായി എടുക്കേണ്ടി വരും. പിന്നീടുള്ളത് ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ശരീരത്തിനകത്ത് ഇൻസുലിൻ ഉൽപാദനം പൂർണ്ണമായി നിലയ്ക്കുകയും ഗുളികകൾ പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇൻസുലിൻ ശരീരത്തിലേക്ക് കൊടുക്കുക മാത്രമേ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഡയബറ്റീസിന്റെ കൺട്രോളിനൊരു മാർഗമായി ഉള്ളൂ. ഈ ഒരു അവസരത്തിലും നമുക്ക് ഇൻസുലിൻ സ്ഥിരമായി എടുക്കേണ്ടി വരും. അപ്പോൾ ഇൻസുലിൻ തുടങ്ങുന്നത് കൊണ്ടല്ല നമ്മൾ സ്ഥിരമായി എടുക്കേണ്ടി വരുന്നത്, അത് എന്ത് കാരണത്തിന് തുടങ്ങുന്നു എന്നുള്ള ഒരു കാരണം വെച്ചിട്ടാണ്. മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായി കമൻ്റായിട്ട് അറിയിക്കുക, ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്ദി.